നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താ വെച്ചാൽ, എൻ്റെ ഗുരുജി എനിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. പക്ഷേ ഞാനൊരു 90 പേരോൽ ഇത് അവർക്ക് പറഞ്ഞു കൊടുത്ത് സക്സസ് ആക്കിയിട്ട് അതിന് ശേഷമാണ് ഞാനിത് പതിവായിട്ട് പോടുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇത് വന്നിട്ട് ഒരു സീക്രട്ടാണ് മെത്തേഡ്. വീഡിയോ അവസാനം വരേക്കും കണ്ടോളുക, എങ്കിലേ ആ സീക്രട്ട് മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത് ഓരോ സ്റ്റെപ്പും അതാത് രീതിക്ക് ഫോളോ ചെയ്താണ് ചെയ്യേണ്ടത്. നമ്മളിൽ ഒരു ചില പേരെങ്കിലും മനസ്സിൽ കരുതും, എന്താ നമ്മുടെ ജീവിതം മാത്രം ഇങ്ങനെ പോയിട്ടിരിക്കുന്നു, ഒരു കാര്യം പോലും നടക്കുന്നതേ ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൂടെ നല്ല ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു മുറ, അത്രയ്ക്കും പവർഫുൾ ആയത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇത് വന്നിട്ട് തേയ്പിറ പഞ്ചമി അപ്ഡേറ്റ് ആണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി, കർക്കിടക മാസം 18-ാം തീയതി ആടിപ്പെരുക്ക് ദിവസമാണ് പഞ്ചമി തിഥി വരുന്നത്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 2-ാം തീയതി ഞായറാഴ്ചയാണ്. മുന്നിലിരുന്ന് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിൽ പുതിയ മെമ്പേഴ്സാണ്, നിങ്ങൾക്കും ചേരണച്ചാൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം മനസ്സിലാക്കുക, അറിഞ്ഞോളുക. എന്നതിന് ശേഷം നിങ്ങൾക്കും ചേരാവുന്നതാണ്. അപ്പോൾ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഈ വഴിമുറ വന്നിട്ട് നമ്മുടെ ഇഷ്ടദൈവത്തിനെയും നമ്മുടെ കുലദൈവത്തിനെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. ഇത് ആഴ്ചയിൽ വെള്ളിയാഴ്ച ചെയ്തോളുക. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ ഈ പതിവ് കൊടുത്തിരിക്കുന്നത്. രാവിലെ നിങ്ങൾക്ക് 6 മണിക്ക് മുന്നേയുള്ള സമയത്തും ചെയ്യാം, അതുപോലെ തന്നെ വൈകുന്നേരം ചെയ്യുന്നവരാണെങ്കിൽ 6:30 മണിക്ക് മേലെയും ചെയ്യാവുന്നതാണ്. ശരിയാ? ഒന്നുമില്ല, നമ്മള് ഒരു ചില മുഖ്യമായ വിഷയത്തിന് വേണ്ടിയിട്ട് അത് നടക്കുന്നതേ ഇല്ല, ഇങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇരിക്കും. അത് വർഷങ്ങളായിട്ട് നമ്മൾ അത് മനസ്സിലിട്ട് നമ്മളത് നടക്കണമെന്ന് നമ്മൾ ട്രൈ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കുമില്ലേ. എന്ത് ചെയ്തിട്ടും അത് തടസ്സം മാറുന്നേ ഇല്ല, നടക്കുന്നേ ഇല്ല. നമ്മൾ അവിടെ മടുത്തു പോവും, മരവിച്ചു പോവും. ഇനി ഇത് എത്ര ശ്രമിച്ചാലും നടക്കില്ല, അങ്ങനെ ആയിപ്പോവും. അങ്ങനെ മനസ്സ് മരവിച്ച് നമ്മളത് വിടുമില്ലേ. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് നടക്കാതെ ഇരിക്കുന്നതോ, ഒത്തിരി താമസിക്കുന്നതോ, തടസ്സത്തിലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ലേ, ഈ വിഷയം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കിക്കൊള്ളുക. മറുപടി ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കുലദൈവം ആരോ ആ കുലദൈവത്തെ മനസ്സിൽ കരുതിയും, അതുപോലെ നിങ്ങളുടെ ഇഷ്ടദൈവം വരാഹിയമ്മനായാലും നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തെയും മനസ്സിൽ വിചാരിച്ച് ഈ വിഷയത്തെ നമ്മൾ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ഒരു ചില പൊരുളൊക്കെ വേണം. ഈ പറയുന്ന ഒരു ചില പൊരുളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങളിത് ചെയ്താലേ പോതും. ഇത് നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാല്, ഒരു കലശം വെക്കുന്നത് മാതിരി, അതായത് തേങ്ങ വെച്ചിട്ട് നമ്മൾ കലശം വെക്കൂല്ലേ, അതുപോലെ നിങ്ങൾ കുലദൈവത്തിനെ മനസ്സിൽ കരുതി ഒരു കലശം വയ്ക്കണം. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ചെമ്പുണ്ടല്ലോ, അത് പിത്തളയായാലും ശരി, സിൽവർ ആയാലും ശരി, സ്റ്റീലിലായാലും ശരി, ഒരു ചെമ്പെടുത്തോളുക. എന്താ വെച്ചാല് നമ്മൾ വന്നിട്ട് മുഖ്യമായ വിഷയത്തിന് മാത്രമല്ലേ കലശം വെക്കാറുള്ളൂ. അപ്പോ കലശം വെക്കുമ്പോഴെന്താ, നല്ല ശുദ്ധമായിട്ടല്ലേ വെക്ക വേണ്ടിയത്. നിങ്ങള് മനസ്സാല് നല്ല വേണ്ടിക്കോളുക. ഏത് കാര്യം നിങ്ങൾക്ക് ശരിയായിട്ട് വരണമോ, ഈ കലശം വെച്ച് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് വന്നിട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കാണിക്കും. വെള്ളി, ശനി, ഞായർ, ഈ 3 ദിവസങ്ങൾ. ശരിയാ? ഈ 3 നാൾ കൊണ്ട് നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ ആ വിഷയത്തിന് നിങ്ങൾക്കൊരു റിസൾട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ബലം നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോ കലശം വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, ഒരു തേങ്ങ എടുത്തോളുക, നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ഞാൻ ചോദിക്കുന്ന ഈ വിഷയം വന്നിട്ട് 3 നാൾക്കുള്ളിൽ എനിക്ക് നടത്തി തരണമേ എൻ്റെ ഭഗവാനെ, എൻ്റെ കുലദൈവമേ, എൻ്റെ ഇഷ്ടദൈവങ്ങളെ, എനിക്കത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചോളുക. ചെമ്പെടുത്ത് വെച്ചിട്ട് അതിന്റെ മേലെ ഈ തേങ്ങ വെച്ചോളുക. എപ്പോഴും കലശം വെക്കുന്ന അറിയാമല്ലോ, മഞ്ഞൾ പൂശിയിട്ട് കുങ്കുമം കൊണ്ട് പൊട്ട് വെച്ചിട്ട് ഫസ്റ്റില് ഒരു പ്ലേറ്റിൽ പച്ചരി ഇടുക, അതിന്റെ മേലെ ചെമ്പ് വയ്ക്കുക, എന്നിട്ട് തേങ്ങ വെച്ചോളുക. അറിയാലോ. ഇപ്പോ വെള്ളമാണ് അതിനകത്ത് ഇടുന്നതെങ്കിൽ അതിന് ചേർന്ന ഒരു 5 പൊരുൾക്കളും കൂടെ ഇട്ടോളുക. ഏലക്കയും ഗ്രാമ്പും പിന്നെ വാസനാദ്രവ്യങ്ങളും ഒക്കെ പോട്ടുകൊള്ളുക. അതല്ല അരിയിലാണ് കലശം വെക്കുന്നെങ്കിൽ ഉള്ള ഒരു 3/4 ഗ്ലാസ് പച്ചരി ഇട്ടോളുക.
അതിനകത്ത് ഗോമതിചക്രം, ക്യാഷ് അതൊക്കെ ഇട്ടോളുക. അതെല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ വെള്ളത്തിലാണോ അല്ല പച്ചരിശിയിലാണോ നിങ്ങൾ കലശം വെക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചോളുക. ഞാൻ മറുപടിയും പറയാണ്, ഇത് ഒന്നുകിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് 6 AM വരെയുള്ള സമയത്തിന് രാവിലെ വെച്ചോളുക. അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6:30 മണിക്ക് മേലെയേ വയ്ക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ വിളക്ക് കത്തിക്കുമില്ലേ ആ സമയത്തിന് ഇങ്ങനെ ഇത് വെച്ചോളുക. എന്നിട്ട് നിങ്ങൾ 5 ചെറുനാരങ്ങ ഉണ്ടല്ലോ, ലെമൺ, രാജക്കനി, അതെടുത്ത് വെച്ചോളുക. തമിഴില് എലുമ്പിച്ചപ്പഴം എന്ന് പറയും. അതെടുത്ത് വെച്ചോളുക. ഈ 5 ലെമണും നാരങ്ങയും എന്തിനാച്ചാല് ഇപ്പൊ നമ്മൾ കലശം വെച്ച് കഴിഞ്ഞു. ഇപ്പോ ഇന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രി ഇത് വെച്ച് കഴിഞ്ഞു. ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഈ 5 നാരങ്ങയിലും ഒരു വാക്ക്, ആ വാക്ക് എഴുതി വെക്കണം. ഓരോരോ രാജക്കനിയിലും ഈ ഓരോരോ വാക്ക് നിങ്ങൾ എഴുതി വെക്കണം. വേറൊന്ന്, എഴുതേണ്ട കളർ പെന്ന് എന്നത് ബ്ലാക്ക്, കറുത്ത നിറത്തിലുള്ള പേനയാണ്. വേറൊരു കളർ പേനയും നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ എടുത്തു പറയുകയാണ്, കറുത്ത നിറത്തിലുള്ള പേന മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊരു 2 എഴുത്ത് വാക്യം. ആ 5 വാക്യം എന്താണെന്നുള്ളത് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. റീ യട്ട് ഗിർ മറു കസി. റീ യട്ട് ഗിർ മറു കസി. റീ യട്ട് ഗിർ മറു കസി. ഈ 5 വാക്കുകൾ ഇത് വന്നിട്ട് ഓരോന്നും 2 അക്ഷരം. ഈ ഓരോ ലെമണും എടുത്തിട്ട് 5 എണ്ണം ഒന്നിച്ച് എഴുതാനല്ല പറയുന്നത്, ഓരോ ലെമണിലും ഓരോന്ന്. ഇപ്പൊ ഫസ്റ്റ് ലെമൺ എടുത്തിട്ട് റീ എഴുതുക, സെക്കൻഡ് ലെമൺ എടുത്തിട്ട് യട്ട് എഴുതുക, അടുത്തത് എടുത്തിട്ട് ഗിർ എഴുതുക, അടുത്തത് എടുത്തിട്ട് മറു എഴുതുക, ദെൻ ലാസ്റ്റ് വൺ എടുത്തിട്ട് കസി എഴുതുക. ശരിയാ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? 5 എലുമ്പിച്ച പഴത്തേക്കും ഓരോരോ വാർത്ത എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞു. ദെൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് കനിയെയും നിങ്ങളുടെ വലത് കയ്യിൽ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ തലയിൽ ചുറ്റണം. ശരിയാ? തലയിൽ വലതു പക്കത്ത് 3 തവണ, ദെൻ ഇടതു പക്കത്ത് 3 തവണ ചുറ്റിയെടുത്തോളുക. ഇത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് 5 ലെമണിനെയും നിങ്ങൾ ചെയ്യണം. ഓരോ ലെമൺ വെച്ചിങ്ങനെ വലത്തോട്ട് 3 തവണ, ഇടത്തോട്ട് 3 തവണ, അങ്ങനെ 5 കനിയെയും നിങ്ങൾ ചെയ്ത് വെക്കുക. ഓരോരോ കനിയായിട്ട് എടുത്ത് സാവധാനം ചെയ്തോളുക. എന്നതിന് ശേഷം ഈ 5 കനിയെയും ഈ 5 ചെറുനാരങ്ങയെയും നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുമല്ലോ. ചില പേര് വന്നിട്ട് കാലുകൊണ്ട് ചവിട്ടി തിരുമും. അങ്ങനെ കാലുകൊണ്ടൊന്നും ചവിട്ടി തിരുമാൻ പാടില്ല. ഒരു ചുറ്റിക വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കർക്കണ്ടൊക്കെ പൊട്ടിക്കുന്നില്ലയോ, ഈ ഇഞ്ചിപ്പൂണ്ടെല്ലാം തട്ടാൻ യൂസ് ചെയ്യുന്നില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക. ഇടികല്ല് പോലെ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് എടുത്തോളുക. ഇടിച്ച് നന്നായിട്ട് അതിനെ ഇതാക്കി എടുത്തതിന് ശേഷം അതൊരു കവറിലിടുക. 5 എണ്ണവും കവറിലിട്ടിട്ട് അന്ന് രാത്രി തന്നെ നിങ്ങൾ അത് എടുത്തിട്ട് പോയി കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ വീശി കളയുക. പിന്നെ രാത്രി നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ പിറ്റേ ദിവസവും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയാ? ഒരു ദിവസം അത് വീട്ടിനകത്ത് വെക്കേണ്ട, വെളിയിൽ വെച്ചിരുന്നാൽ മതി. ശരിയാ? ഇങ്ങനെ നമ്മൾ ചെയ്താൽ അത് ഏത് നടക്കാത്ത വിഷയമായിരുന്നാലും നടത്തി കാണിക്കും. പിന്നെ ഒരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും വീശി കളയരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ആരുടെയും കാലിൽ പെടാതിരിക്കുക. കാലിൽ പെടുന്ന ഇടത്തിലോട്ടൊന്നും നിങ്ങൾ ഇടരുത്, കാൽപ്പെടാത്ത ഇടത്തിലോട്ട് ഇട്ട് കളയുക. ശരിയാ? എന്ത് നമ്മുടെ നടക്കാത്ത, എത്ര വർഷങ്ങൾ കൊണ്ട് തടസ്സമായിരിക്കുന്ന കാര്യമായാലും 3 ദിവസം കൊണ്ട് നമുക്ക് നടന്നു കിട്ടും. ഇനി അടുത്ത് നിങ്ങളുടെ ഡൗട്ട് എന്താന്ന് ഞാൻ പറയട്ടെ. 3 നാളല്ലേ കലശം വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡെയിലി ഇങ്ങനെ എലുമ്പിച്ച പഴം എടുത്തിട്ട് എഴുതി ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി ഉടച്ച് എടുത്ത് കൊണ്ടുപോയി കാൽപ്പെടാത്ത ഇടത്തിൽ കളയണമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. യെസ്, അതെ, അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു ദിവസത്തേക്ക് 5 എലുമ്പിച്ചപ്പഴം, അങ്ങനെ 3 ദിവസത്തേക്ക് 15 എലുമ്പിച്ചപ്പഴം തേവപ്പെടും. ശരിയാ? അറിയാലോ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? 5 എലുമ്പിച്ചപ്പഴം എടുത്തോളുക. അതിൽ 2 അക്ഷരം വാക്ക്, 5 എണ്ണത്തിലും 5 വാക്ക് എഴുതിക്കോളുക. എന്നിട്ട് നിങ്ങളുടെ തലയ്ക്ക് മേലെ 3 തവണ വലത്തോട്ടും 3 തവണ ഇടത്തോട്ടും ചുറ്റിയിട്ട് നിങ്ങളത് നന്നായിട്ട് നശക്കിയെടുത്ത് കല്ലിലിടിച്ച് ഒരു കവറിലാക്കി കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞോളുക. നിങ്ങൾ നന്നായിട്ട് വേണ്ടിക്കൊള്ളുക. അതാ നിങ്ങൾക്ക് നടക്കേണ്ടി. ആ വിഷയം നിങ്ങൾക്ക് നടന്നു കിട്ടണമേ എന്ന് നിങ്ങൾ നന്നായിട്ട് വേണ്ടിക്കൊള്ളുക. இந்த வார்த்தைக்கு வந்துட்டு அவ்வளோ மகிமை இருக்குன்னு, பயங்கரமாய் ஒரு மேஜிக்கல்
ആയിട്ട് അത് വർക്കൗട്ട് ആവും. സോ ഇത് വന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ ചെയ്തോളുക. ഭയങ്കര പവർഫുൾ ആയത്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളെ കുലദൈവം വന്നിട്ട് നമുക്ക് തുണയായിരിക്കും എന്നത് ഒരു ഐതിഹ്യമായിട്ട് കണ്ടുവരുന്നത്. എത്തുവായിരുന്നാലും അത് നടത്തി കാമിക്കും. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ പഴയ തലമുറ എല്ലാവരും കുലദൈവത്തെ ആരാധിച്ചു വരുന്നവരാണ്. എന്നാൽ പുതിയ തലമുറയ്ക്ക് അത് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ കുലദൈവത്തിനെ മനസ്സിൽ പ്രാർത്ഥിച്ചത് ചെയ്യുമ്പോൾ ദൈവം തന്നെ നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ കാര്യം നടത്തി തരാൻ മുൻപിട്ടിറങ്ങും. പിന്നെ നമ്മുടെ ഇഷ്ടദൈവമായ വരാഹി അമ്മനും, അമ്മയുടെ കഴിവ് എന്നത് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഒരേ ഒരു തവണയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ബലം കണ്ടെത്തി തന്നിരിക്കും അമ്മ. 3 നാളും ഇത് ചെയ്തോളുക. അന്നുള്ള എലുമ്പിച്ച പഴം നിങ്ങൾ വന്നിട്ട് അന്നന്ന് തന്നെ ഡിസ്പോസ് ചെയ്യുന്നതാണ് നല്ലത്. ശരിയാ? തീരെ പറ്റണില്ല എന്നുള്ളവർ മാത്രം അടുത്ത ദിവസം രാവിലെ ഡിസ്പോസ് ചെയ്തോളൂ. എന്ത് തടസ്സമായിരുന്നാലും ശരി, അത് വന്നിട്ട് ഉടച്ചെറിഞ്ഞ് ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പുറം വന്നിട്ട് 3-ാമത്തെ ദിവസം വെള്ളി, ശനി, ഞായറാഴ്ച. ഇപ്പൊ ഈ 3 ദിവസം സ്വാമിയുടെ അടുത്ത് കലശം ഇരിക്കുന്നുണ്ടല്ലോ. ഈ 3-ാമത്തെ ദിവസം ഞായറാഴ്ച അന്ന് നിങ്ങൾ വന്നിട്ട് ഈ കലശം പിരിച്ചെടുക്കണം. വെള്ളമാണെങ്കിൽ അത് വീടെല്ലാം വെള്ളം ഇങ്ങനെ തളിച്ചു വിട്ടോളുക. ബാക്കി വരുന്ന വെള്ളം വന്നിട്ട് ചെടികളിൽ ഒഴിച്ചു വിട്ടോളുക. തേങ്ങ വന്നിട്ട് നിങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാം. അത് നോൺ വെജ് ഒന്നും വെക്കാൻ എടുക്കരുത്. മധുര പലഹാരങ്ങളോ എന്തെങ്കിലും വെക്കാൻ നിങ്ങൾ എടുത്തോളുക. പച്ചരി ആണെങ്കിൽ നിങ്ങളത് എന്തെങ്കിലും പച്ചരി വെച്ച് പായസം വെക്കുകയോ ഇല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയോ എങ്ങനെയെങ്കിലും ചെയ്തോളുക. ശരിയാ? ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വീക്കിലി വൺസ് ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങളെ തന്നെ അതിശയിപ്പിക്കും. മറന്നിടാതിങ്ക ഇത് വെള്ളിയാഴ്ച ചെയ്തു വരേണ്ടിയത്. എത്ര കാര്യങ്ങൾ നിങ്ങളിത് മനസ്സിൽ വിചാരിച്ച് ചെയ്താലും ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്കിത് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ സഫലീകരിക്കപ്പെടും. വേറൊന്നുണ്ട്, ഇതിൽ വന്നിട്ട് ഭക്തിയോടെ, വിശ്വാസത്തോടെ, അർപ്പണബോധത്തോടെ കുലദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച്, നമ്മുടെ വരാഹിയമ്മനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ചെയ്തോളുക. ഇത് വന്നിട്ട് അത്ര പവർഫുൾ ആയിട്ട് സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും. ഞാൻ വന്നിട്ട് ഒരുപാട് വിഷയത്തിന് ഇത് ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര 101% എനിക്കിത് സക്സസ് ആയി. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഇത് സക്സസ് ആയ ഒരു വഴിമുറ. നിങ്ങളിത് വിശ്വാസത്തോടെ മാത്രം ചെയ്തോളുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും നടന്നു കിട്ടും. ഇത് വന്നിട്ട് ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. വിശ്വാസത്തോടു കൂടി ചെയ്തോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടണിൽ ഒന്ന് അമർത്തണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.